ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മീൻകറിയാണ്. നല്ല മുളകിട്ട മീൻകറിയാണ്. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളിലൊന്നാണല്ലോ മീൻകറി. അപ്പം നമുക്ക് ടേസ്റ്റി ആയിട്ടൊരു മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ദീപ രാജേഷ്. വെൽക്കം ടു ദ വീഡിയോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മുളകിട്ട മീൻകറിയാണ്. അപ്പം മീൻകറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വെളുത്തുള്ളി വേണം 10 എണ്ണം, ചെറിയുള്ളി വേണം 10 എണ്ണം, ഒരു മീഡിയം സൈസ് ഇഞ്ചി വേണം, ഒരു മീഡിയം സൈസ് തക്കാളി വേണം, പച്ചമുളക് വേണം 2-3 എണ്ണം. പച്ചമുളകല്ല, കാന്താരി മുളകാണ് ഇടണമെങ്കിൽ 8-9 കാന്താരി മുളക് വേണം. കാന്താരി മുളക് ഇടുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻകറിക്ക് നല്ല എരിവും ഉണ്ടാവും, പിന്നെ നല്ല സ്വാദും ഉണ്ടാവും. അപ്പം മുളക് പൊടി നമുക്ക് കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് ചതച്ചെടുക്കണം. നല്ലപോലെ അരയണ്ട, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ ഇന്ന് നമ്മൾ മീനെടുക്കുന്നത് 600-700 ഗ്രാം ഉണ്ടാവും മീൻ. ചൂരമീനാണ്. അപ്പോൾ ഈ മീൻ കഴുകുമ്പോൾ മീനിൻ്റെ കൂടെ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കഴുകി എടുക്കുകയാണെങ്കിൽ മീനിൻ്റെ ഉളുമ്പ് മണമൊക്കെ നല്ലപോലെ മാറിക്കിട്ടും. എല്ലാവർക്കും ഈ ഉളുമ്പ് മണമൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പം മീനിൻ്റെ രുചിക്കൊന്നും വ്യത്യാസമൊന്നും വരില്ല, അതേപോലെ തന്നെ ഉണ്ടാവും. പക്ഷേ ആ ഉളുമ്പ് മണം മാറി നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പം നമുക്ക് മീൻകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. നല്ലപോലെ ചൂടായ ചട്ടിയിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ എത്ര കൂടുതൽ ഒഴിക്കണോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ അധികം വെളിച്ചെണ്ണ ഉപയോഗിക്കില്ലല്ലോ. വെളിച്ചെണ്ണ നല്ല ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 സ്പൂണ് കടുകും 1/4 സ്പൂണ് ഉലുവയും ഇടുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇടുക. ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ കറിവേപ്പിലയും കടുകും ഇടുമ്പോൾ ഓണാക്കാൻ മറന്നുപോയി, സോറി കേട്ടോ. നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അങ്ങനെ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിലല്ല, മീഡിയം തീയിലിട്ടിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് അതൊരു ഗോൾഡൻ കളറാവുന്നിടം വരെ നല്ല വഴറ്റിയെടുക്കണം. അപ്പോൾ ഗോൾഡൻ കളറ് നമുക്ക് അതിൻ്റെ ഈ സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല മൂത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിനുശേഷം നല്ലപോലെ ഗോൾഡൻ കളറായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള പൊടികൾ ചേർക്കാനുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ 1/2 സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കണം. 2.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കണം. കാശ്മീരി മുളക് പൊടി ചേർക്കണം എന്തിനാണെന്ന് വെച്ചാൽ ഈ മീൻകറിക്ക് നല്ല കളറുണ്ടാവും. കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. പിന്നെ എരിവ് അത്യാവശ്യത്തിനുള്ള എരിവേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മളിതിൽ കാന്താരി മുളകാണല്ലോ ചേർക്കുന്നത്. അപ്പം നല്ല എരിവ് ആദ്യമേ കറിക്കുണ്ടാവും. അതുകൊണ്ട് മുളക് പൊടി അത്ര ചേർത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ല വഴറ്റിയെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വഴറ്റണം, അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കറി ഒന്നിനും കൊള്ളില്ല, കളയാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം മെനക്കെട്ടതൊക്കെ വെറുതെ ആവും. അതുകൊണ്ട് നല്ലപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് കുടംപുളി ഇട്ട് വെച്ച വെള്ളം ചേർക്കാം. കുടംപുളി വെള്ളം എങ്ങനെ റെഡിയാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4-5 കുടംപുളിയുടെ പീസ് എടുത്തിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ ഈ പുളി നല്ല ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യും. അതിനൊരു കട്ട് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ഈ കുടംപുളിക്ക്, അത് ഉണ്ടാവില്ല. അതിനാണ് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും വെള്ളം പോരല്ലോ കറിക്ക്. അപ്പം നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ബാക്കി ആ പുളിയിട്ട വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു കപ്പ് വെള്ളം, അതായത് കഷ്ണങ്ങൾ മീനിടുമ്പോൾ കഷ്ണങ്ങളിങ്ങനെ മുങ്ങിക്കിടക്കണ പോലെ അളവിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇത് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചോളൂ, അപ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടും. അപ്പോൾ നല്ല ഗ്രേവി നല്ല വെന്ത് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട് നല്ലപോലെ. അപ്പോൾ നമുക്കിത് തുറന്നിട്ട് നമുക്കിതിലേക്ക് ഇനി 700 ഗ്രാം മീനുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ചൂരമീനാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ചൂരമീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാ മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, നമ്മൾ വെള്ളം കഷ്ണങ്ങളിടുമ്പോൾ കണ്ടോ, വെള്ളം മീനൊപ്പം പാകത്തിനല്ലേ നിൽക്കുന്നത്. ഇതാണ് ഒരളവ്. പിന്നെ നമ്മൾ മീനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുകയും ചെയ്യും, അപ്പോൾ കറക്റ്റായിരിക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തവി കൊണ്ടൊന്ന് ഫില്ലാക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മുന്നേ ഒരു തക്കാളി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ തക്കാളി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുക. അപ്പം മീനും തക്കാളി ഒരേപോലെ വെന്ത് കിട്ടും. അപ്പം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് ഒരു 1.5 സ്പൂണ് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ ഉപ്പ് പൊടിയും എല്ലാം കൂടി കഷ്ണവും തക്കാളിയും എല്ലാം കൂടി കിടന്ന് നല്ലപോലെ വെന്ത് കിട്ടും. ഇനി നമ്മൾ ചെറുതീയിൽ വെച്ചിട്ടാണ് വേവിക്കുക. ചെറുതീയിൽ പറഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഒത്തിരി ലോ ആക്കണ്ട, എന്നാൽ ഹൈ ആക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കഷ്ണങ്ങൾ വേകുന്നിടം വരെ നല്ലപോലെ വേവിച്ചെടുക്കുക. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കി നോക്കാം നമുക്ക്. ഇനി നമ്മൾ തവി ഇടരുത് കേട്ടോ. ഇനി തവി ഇട്ടിട്ടുണ്ടെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൈയും കൊണ്ട് ഒന്നിങ്ങനെ ഷേക്ക് ചെയ്തെടുത്താൽ മതി. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ കറിവേപ്പില ഉപയോഗിക്കുന്ന ആളാണ് എൻ്റെ ഏട്ടൻ, അതുകൊണ്ട് നിറയെ കറിവേപ്പില വേണം. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല മണമല്ലേ മീൻകറിക്ക്, നല്ല മണമുള്ള മീൻകറി. ഇനി നമ്മളിത് ചെറിയ തീയിൽ ഒന്നും കൂടെ ഒന്നിങ്ങനെ തിളപ്പിച്ച് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു പൊടിക്കൈയും കൂടി ചേർക്കാനുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉലുവപ്പൊടി ചേർക്കണം. അതിന് മുന്നേ നിങ്ങൾ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഉപ്പ് കറക്റ്റാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ട പോലെ ഉപ്പിടുക. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ലല്ലോ ഉപ്പിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമുക്കിനി ലാസ്റ്റ് ഒരു 1/2 സ്പൂണ് ഉലുവ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. അത് ഇറക്കാൻ നേരത്ത് കറിയൊക്കെ വെന്ത് കഴിഞ്ഞ് നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മേലേക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അത് ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ട. ഇപ്പം തന്നെ ഓൾറെഡി നല്ല എണ്ണ ഉണ്ട് ഈ കറിയിൽ. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഞാൻ എന്തായാലും ഒഴിക്കുന്നില്ല, ഇപ്പം തന്നെ അത്യാവശ്യത്തിന് എണ്ണ അതിലുണ്ടല്ലോ, അപ്പോൾ ഞാൻ ഒഴിക്കുന്നില്ല. അപ്പോൾ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. താങ്ക് യു വെരി മച്ച്.